ലോകത്തുള്ള 99% കുട്ടികളും മുകളിലോട്ട് പോകാനേ നോക്കുള്ളൂ. നമ്മളാണ് ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ നോക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടില് ഒരു കുഞ്ഞു വാവ ടേബിളിന്റെ മേളിൽ വലിഞ്ഞു കയറാൻ നോക്കും, കട്ടിലിന്റെ മേളിൽ കയറും. അപ്പൊ എന്താ സംഭവിക്കുക? അവൻ വീഴുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അവിടെ ഉണ്ട്. അവനെ പോയി എടുത്തിട്ട് ആ കട്ടിലിന്റെ കാലിന് എന്റെ മോനെ തട്ടിയിട്ടല്ലടാ ഒരു അടി കൊടുക്കും കാലിന്. എടാ, അവന്റെ മിസ്റ്റേക്ക് കൊണ്ട് വീണത് അവൻ. അപ്പൊ നമ്മൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വല്ലവൻ്റെ തലയിൽ അത് ചാരി വെക്കണം. അതാണ് ബ്ലെയിം ഗെയിം ആയിട്ടൊക്കെ മാറുന്നത്. പിന്നീട് കോർപ്പറേറ്റ് വേൾഡിൽ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ ഞാൻ ആരുടെയെങ്കിലും തല ഇങ്ങനെ നോക്കി വെക്കും ഒന്ന് ചാരാനായിട്ട്. നമ്മളെ അൺകോൺഷ്യസ്ലി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ വീണാല് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം, സൈസിനൊത്തത് പരുവത്തിനൊത്ത ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവന്റെ തലയിൽ വെച്ചു കൊടുക്കണം. അവനെ നമ്മൾ പഠിപ്പിക്കുകയാണ് വേറെ ആരെങ്കിലും ഒന്ന് ബ്ലെയിം ചെയ്യാൻ. ഇത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഈ പാറ്റേൺ കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ക്ലയന്റ് നമ്മളെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം നമ്മുടെ സർവീസിന്റെ കോസ്റ്റിനെ ബ്ലെയിം ചെയ്യും. നമ്മുടെ സർവീസ് ഭയങ്കര എക്സ്പെൻസീവാണ്. എൻ്റെ ടാർഗറ്റ് എന്ന എൻ്റെ ബോസിനെ ബ്ലെയിം ചെയ്യും. ലോകത്തുള്ള എല്ലാവരെയും ബ്ലെയിം ചെയ്യും. അവസാനം എന്നിലും വരും, അത് സ്വയവും വരും. എനിക്ക് പറ്റൂല കേട്ടോ, ഇത് ഈ യൂറോപ്യൻ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ്. കാര്യം ഞാനൊരു എക്സ്ക്യൂസ് കണ്ടെത്തും. കാര്യം അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ പാറ്റേൺ.